ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി വൃത്തിഹീനമായ ചുറ്റുപാടിൽ പാചകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നന്ദിയിലെ ഉസ്താദ് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചിട്ടുണ്ട്. ബെൻസൺ ബാബുവാണ് ചേരുന്നത്. വിവരങ്ങളുമായി ബെൻസൺ, എന്തായാലും പലവിധ പകർച്ചവ്യാധികൾ നിലവിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ ഈ പഴകിയ ഭക്ഷണം കഴിക്കുക മൂലം അതും മറ്റു ചില പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കും, ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ, അല്ലെങ്കിൽ ഈ ഹോട്ടലിനെ പറ്റിയും ഇവിടെ ചുറ്റുപാടുമുള്ള ഹോട്ടലുകളെ പറ്റിയൊക്കെ പരാതി ഉള്ളതുകൊണ്ടാണോ നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഈ പരിശോധന ഉണ്ടായിരിക്കുന്നത്? ശ്യാമിലി, ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് കൊയിലാണ്ടി നന്ദിയിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് ഹോട്ടൽ എന്ന സ്ഥാപനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അതും ഈ പരിശോധനയിൽ അതീവ ഗൗരവമായിട്ടുള്ള നിയമലംഘനം ഇവരുടെ ഭാഗത്തു നിന്നും, അനാസ്ഥ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്ന്, നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധനയിൽ പാകം ചെയ്യുന്നതിനും ഭക്ഷ്യ സംസ്കരണത്തിനുമായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ യഥാസമയം ശുചീകരിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാത്രങ്ങൾ ഉൾപ്പെടെ, ഉപയോഗിച്ച പാത്രങ്ങൾ ഉൾപ്പെടെ കൃത്യമായും കഴുകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ള സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഈ ഹോട്ടൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഷവർമ ഉൾപ്പെടെയുള്ള ഈ ഭക്ഷ്യവസ്തുക്കൾ അത് പുറത്തുനിന്നും ചെളിയും മണ്ണും ഉൾപ്പെടെ തെറിക്കുന്ന രീതിയിലാണ് അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കണ്ടെത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അനാസ്ഥ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ അടുക്കളയുടെ പാചകം ചെയ്യുന്ന ഭാഗമെല്ലാം തന്നെ വൃത്തിഹീനവും പൊട്ടിപ്പൊളിഞ്ഞതുമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ അത് ഏറെ ദിവസം പഴക്കമുള്ളതാണ്. അങ്ങനെ പലതരത്തിലുള്ള നിയമലംഘനം ഇവരുടെ ഭാഗത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്ഥാപനത്തിനെതിരെ മുൻപും 3 തവണ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്ന സ്ഥാപനമാണ്. പിന്നീട് അതിനുശേഷം ഇവർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള നിയമലംഘനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളും തുടരുകയാണ്. ശരി.